നമുക്കൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമേ. അതിന് കുറച്ച് സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് ഇത് പൊളിച്ചെടുക്കുമ്പോഴാണ് ഗ്രീൻ പീസ് വരുന്നത്. പിന്നെ പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി. ആദ്യം നമുക്ക് ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഗ്രീൻ പീസ്. നമുക്ക് പൊളിച്ചെടുക്കാമേ. ഇത് ഫ്രഷ് ഗ്രീൻ പീസാണേ, ഫ്രോസൺ അല്ലല്ലോ. ഇതല്ലേ, നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതൊന്ന് കഴുകിയെടുക്കാം. ഇച്ചിരി ഉപ്പിട്ട് നമുക്കൊന്ന് കഴുകാമേ. ഇത് നമുക്കൊന്ന് ഇച്ചിരി ഉപ്പിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി എടുക്കാം. വല്ല അഴുക്കോ വിഷാംശമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. കഴുകിയെടുത്ത് എണ്ണ ഒഴിക്കാമേ. എണ്ണ ചൂടായേ, നമുക്ക് കടുകിടാമേ. ആദ്യം നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇനി നമുക്ക് 2 സവാള കണ്ടിച്ചതിടാമേ. മഞ്ഞൾപ്പൊടി ഇടാമേ. ഉരുളക്കിഴങ്ങ് ഇടാമേ. ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാമേ. വേണമെങ്കിൽ പിന്നിടാം. നമുക്ക് ഇവിടെ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇച്ചിരി മുളക് പൊടി ഇടാമേ. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് 2 വിസിൽ വരും വരെ വേവിച്ചെടുക്കാം. ഇപ്പം 2 വിസിൽ അടിച്ചു കഴിഞ്ഞേ. ഇനി നമുക്കിത് തണുക്കാനായിട്ട് കുറച്ച് നേരം വെക്കാം. തുറന്നു നോക്കാമേ. അതിൻ്റെ ഇപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി ഗ്രേവി കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഗ്രേവി ഇത്രയും വേണ്ട എങ്കിൽ തീ കത്തിച്ച് പറ്റിച്ചെടുക്കാം. തുറന്ന് വെച്ചിട്ട് ഒന്ന് പറ്റിച്ചെടുത്താൽ മതി. നമുക്ക് ഇത്രയും ഗ്രേവി വേണം, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. നമുക്കൊരു പാത്രത്തിലോട്ട് വിളമ്പി എടുക്കാം. ഇച്ചിരി മല്ലിയില മേളിലിടാമേ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.